വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ് കേട്ടോ. ഓക്കെ, നമുക്കറിയാം ഒരേ സമയം രണ്ട് സ്ഥലങ്ങളിൽ, ഒരു സ്ഥലത്ത് രാത്രിയും ഒരു സ്ഥലത്ത് പകലും കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ അമേരിക്കയിലൊക്കെ എന്താണ്, രാത്രി ആയിരിക്കുമ്പോൾ നമുക്കിവിടെ പകലായിരിക്കും അല്ലേ? അപ്പോൾ അതുപോലെ ആദ്യം ഒരു കുഞ്ഞു സ്റ്റോറി വെച്ചിട്ട് മിസ് പറയാം, നോക്കിക്കോ. അമ്മു ചിന്നു. ഓക്കെ, അമ്മു രാത്രി കിടന്നുറങ്ങുകയാണ്. അപ്പുറത്ത് ചിന്നു രാവിലെ സ്കൂളിൽ പോവാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഈ ഒരു സൈഡിൽ എന്താണ്, ഈ ഒരു സൈഡിൽ നമ്മുടെ അമ്മുക്കുട്ടി ഉറങ്ങുകയാണ് അല്ലേ? അമ്മുക്കുട്ടി ഉറങ്ങുകയാണ്. ഇവിടെയോ ചിന്നു സ്കൂളിൽ പോവാണ് അല്ലേ? അതെന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? എന്താ വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ഭൂമി എന്താണ്, ഒരു അച്ചുതണ്ടിൽ, ഒരു സാങ്കല്പിക അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. മിസ് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇല്ലേ? അത് നിങ്ങൾക്കറിയാലോ. ഭൂമി ഇങ്ങനെ എന്താണ്, അച്ചുതണ്ടിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചുറ്റുന്ന സമയത്ത് ഈ സൂര്യൻ എവിടെയാണോ, ചുറ്റുന്ന സമയത്ത് ഇങ്ങനെ റൗണ്ട് അടിക്കുന്ന സമയത്ത് സൂര്യൻ എവിടെയാണോ സൂര്യൻ്റെ ലൈറ്റ് എവിടെയാണോ വരുന്നത്, ആ ഒരു ഭാഗത്ത് എന്തായിരിക്കും, പകലായിരിക്കും. മറ്റേ സൈഡ് എന്താ, ഇരുടായിരിക്കും. അതുകൊണ്ടാണ് രാവും പകലും ഉണ്ടാവുന്നത്. നമ്മളതിനെ റൊട്ടേഷൻ എന്നാട്ടോ പറയുക. റൊട്ടേഷൻ, ഭ്രമണം എന്നാണ് പറയുക. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്ലോബ് വെച്ചിട്ട് ഇങ്ങനെ കറക്കുക, ഗ്ലോബ് ഇങ്ങനെ കറക്കി വിടുക. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ടോർച്ച് അടിക്കുമ്പോൾ ഒരു സൈഡിൽ വെളിച്ചം, ഒരു സൈഡിൽ എന്താണ്, ഡാർക്കും അല്ലേ ഉണ്ടാവുക. ആ വെളിച്ചമുള്ള സ്ഥലമായിരിക്കും പകൽ അല്ലേ? അവിടെ ഡേ ആയിരിക്കും, മറ്റിടത്ത് എന്തായിരിക്കും, നൈറ്റ് ആയിരിക്കും. ഇതിന് കാരണം എന്താ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റൊട്ടേഷൻ ആണ് അല്ലേ, ഭ്രമണമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് നോക്കിക്കോ, സൺലൈറ്റ് കണ്ടോ? സൺലൈറ്റ്, ഇവിടെ നിങ്ങൾക്ക് സൺലൈറ്റ് കാണാൻ പറ്റുക. ഈ സൺലൈറ്റ്, ഈ ഭൂമി ഇങ്ങനെ അച്ചുതണ്ടിൽ ഇങ്ങനെ സ്വയം കറങ്ങുകയാണ് അല്ലേ? ആ സമയത്ത് നമ്മുടെ സൺലൈറ്റ് എവിടേക്കാണോ പതിക്കുന്നത്, സൺലൈറ്റ് എവിടേക്കാണോ അടിക്കുന്നത്, ആ ഒരു ഭാഗം ഡേ ആയിരിക്കും. ഈ ഒരു ഭാഗം എന്താണ്, ഡേ ആയിരിക്കും. ഇപ്പുറത്തോ നൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇതിന് കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണമാണ് അല്ലേ? റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ആണ് കാരണം. ഓക്കെ, എന്താണ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്താണെന്നാണ് മിസ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം. ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. അതായത് ഭൂമി സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് വിളിക്കുന്നത്. ആ സമയത്ത് എന്താണ്, ഭൂമി ഇങ്ങനെ കറങ്ങി കൊടുക്കുന്ന സമയത്ത് എവിടേക്കാണോ സൂര്യൻ ഉള്ളത് അവിടെ എന്താണ്, പകലായിരിക്കും, മറ്റിടത്ത് നൈറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഭൂമിയിൽ പകലും രാത്രിയും മാറി ഇങ്ങനെ അനുഭവപ്പെടാൻ കാരണം റൊട്ടേഷനാണ്, ഭ്രമണമാണ്. ഓക്കെ, ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തീകരിക്കാൻ 24 മണിക്കൂർ വേണം. 24 അവേഴ്സ് അല്ലേ? 24 അവേഴ്സ് വേണം ഭൂമിക്ക് ഒരൊറ്റ ഭ്രമണം പൂർത്തീകരിക്കാൻ. അപ്പോൾ ഇതാണ് റൊട്ടേഷൻ. അപ്പോൾ ഇത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് അറിഞ്ഞു വെക്കണം, പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കും. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.